അസ്സലാമു അലൈക്കും ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കുട്ടികൾക്ക് നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു ന്യൂട്ടെല്ല കൊണ്ടുള്ള റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിനെന്തൊക്കെയാണ് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം. 1/2 ഗ്ലാസ് ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റ് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. ഇതൊരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈസ്റ്റ് നന്നായി പൊങ്ങി വരും. അതിന് ശേഷം 3 ടീസ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 4 ടീസ്പൂൺ ഓയിൽ, 2 എഗ്ഗ് ഇവയും ചേർത്ത് നന്നായി സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒരു 2 കപ്പ് മൈദപ്പൊടി ഇതും ചേർത്ത് മിക്സ് ചെയ്ത് നന്നായി കുഴച്ചെടുക്കുക. ഒരു ചപ്പാത്തിക്ക് കുഴക്കുന്ന മാവിൻ്റെ അതേ ടെക്സ്ചറിലായിരിക്കണം അത്. അതിനുശേഷം അത് എയർ കടക്കാത്തൊരു മൂടി കൊണ്ട് മൂടി വെക്കുക. 2 മണിക്കൂറാകുമ്പോഴേക്കും ഈ മാവ് ചെറുതായിട്ട് പൊങ്ങി വരാൻ തുടങ്ങും. ഇപ്പോൾ ഇത് നന്നായിട്ട് പാകമായിട്ടുണ്ട്. നമുക്കിതിനെടുത്ത് 2 ഭാഗമാക്കി എടുക്കാം. 2 ബ്രെഡ് ഉണ്ടാക്കുന്നതിനുള്ള മാവുണ്ടായിരിക്കും ഇത്. എന്നിട്ട് അതിൽ നിന്ന് ഒരു 4 ഉരുളകളെടുത്ത് ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തിയെടുക്കുക. ഞാനിപ്പോൾ 4 ചപ്പാത്തിയായി പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് ന്യൂട്രെല്ല മുകളിൽ നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ശേഷം രണ്ടാമത്തെ ചപ്പാത്തി എടുത്ത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് വീണ്ടും ന്യൂട്രെല്ല മിക്സ്ചർ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ 4 എണ്ണം റെഡിയാക്കി എടുക്കുക. ന്യൂട്ടെല്ലയിലേക്ക് ഞാൻ അല്പം ബദാം പൊടിച്ചത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ മുകളിലേക്ക് ഒരു ഗ്ലാസ് വെച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കണം. ആദ്യമായി 6 ഭാഗമാക്കി കട്ട് ചെയ്തതിന് ശേഷം ഓരോ ഭാഗവും നടുവിലേക്ക് ഓരോ കട്ടിങ് കൊടുത്ത് ഓരോ ഇതളുകളാക്കി ചുരുട്ടി വെക്കുക. ഇങ്ങനെ റെഡിയാക്കി എടുക്കാം. ഇനി ഇതിന് ഒരു ഫോർക്ക് എടുത്ത് സൈഡിലായി മെല്ലെ അമർത്തി കൊടുക്കുക. ഇനി ഇതിനെ 2 മണിക്കൂർ ഒന്നുകൂടി പൊങ്ങി വരാനായിട്ട് മാറ്റി വെക്കണം. ഇപ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഓവനിൽ വെച്ച് 4 മുതൽ 6 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ന്യൂട്ടെല്ല സ്റ്റാർ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇനി മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ ബൈ.